നമുക്ക് പ്രത്യാശ നൽകുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട്. കർത്താവിനെ അനുഗമിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകും എന്നുള്ളതാണ്. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ സൗജന്യമായി നൽകും. ആ നിത്യജീവൻ്റെ ഉറപ്പ് മരണത്തിനും അപ്പുറവുമായിട്ടുള്ള ഉറപ്പാണ്. അതിൽ നാം എല്ലാവരും വിശ്വസിക്കുവാനും അതിൽ വളരുവാനും നമുക്ക് കഴിയണം. കർത്താവ് നമുക്ക് നൽകുന്നത് നിത്യജീവൻ്റെ ഉറപ്പാണ്. ആ ഉറപ്പ് പ്രാപിക്കുവാൻ ഈ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം നമുക്ക് കർത്താവിൻ്റെ പ്രത്യാശയിൽ മരണത്തിനപ്പുറമായുള്ള ഒരു ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഉണ്ടാകുമ്പോൾ ഈ ലോക ജീവിതത്തിലെ കഷ്ടതകൾക്കോ മരണത്തിനോ നമുക്ക് യാതൊരു വിലയും കൽപ്പിക്കേണ്ടതില്ല. അതിനപ്പുറമായൊരു ജീവിതം നമുക്കുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് കർത്താവ് നമുക്ക് നൽകുന്ന പ്രത്യാശ നമ്മുടെ കുറവുകളെയും കുറ്റങ്ങളെയും പാപങ്ങളെയും ഒക്കെ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെങ്കിൽ പാപത്തിൻ്റെ തടവറയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്നെങ്കിൽ കർത്താവ് നമുക്ക് കൂടെയുണ്ട്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനേകം ആളുകൾ തടവറയിലാണ്. മലയോര കർഷകരും അതുപോലെ തീരദേശ ജനങ്ങളുമൊക്കെ പലതരത്തിലുള്ളതായ തടവറയിലാണ്. മതങ്ങൾ തമ്മിലുള്ളതായ വൈരുദ്ധ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള സാഹചര്യങ്ങളുണ്ടാകും. മുനമ്പം പ്രദേശത്ത് യാതൊരു ആവശ്യവുമില്ലാതെ സൗഹാർദ്ദമായി മതങ്ങൾ താമസിക്കുന്ന ഒരു കേരളം, ഇവിടെ എന്തുമാത്രം മതങ്ങൾ ഒരേ ഗ്രാമത്തിലുണ്ട്. എല്ലാവരും സൗഹാർദ്ദമായി ജീവിക്കുകയാണ്. ആ സൗഹാർദ്ദമായി ജീവിക്കുന്ന മതങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കുന്നത് ഒരിക്കലും പൈശാചികമല്ലെന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല. അവർക്ക് പ്രത്യാശ ഉണ്ടാവണം, അവർക്ക് ജീവിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടാകണം, ശാന്തത ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം. അതുപോലെ തന്നെ അതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നുവെങ്കിൽ അവർക്ക് പ്രത്യാശ നൽകുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്ദേശം അവർക്കുണ്ടാകും. വനമേഖലകളെല്ലാം ഇന്ന് ആദിവാസികളുടെയും വനമേഖലകളുമെല്ലാം ഇന്ന് വന്യമൃഗങ്ങളുടെ തടവറയിലാണ്. വനംവകുപ്പിൻ്റെ മന്ത്രി ശ്രമിച്ചാൽ മാത്രമേ അവരെ ശാന്തതയിൽ, സമാധാനത്തിൽ, പ്രത്യാശയിൽ വളർത്തുവാൻ സാധിക്കും. അതിന് തയ്യാറാവണം. വിവിധങ്ങളായ വ്യത്യസ്തങ്ങളായ കാരണങ്ങൾ പറഞ്ഞ് മതങ്ങൾ തമ്മിൽ, സഭകൾ തമ്മിൽ എല്ലാം വൈരുദ്ധ്യവും വിരോധവും ആകുന്ന തടവറയിൽ കിടക്കുകയാണ്. അവിടെ നിന്ന് സമാധാനം ഉണ്ടാകണം. മലങ്കര സഭയ്ക്കും അതുപോലെ സമാധാനം ഉണ്ടാകണം. വൈരാഗ്യത്തിൽ നിന്നും വിദ്വേഷത്തിൽ നിന്നും വെറുപ്പിൽ നിന്നെല്ലാം മാറി സത്യം അറിഞ്ഞ് നീതി മനസ്സിലാക്കി സ്നേഹത്തോടുകൂടെ സമാധാനം ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ദൈവം തമ്പുരാൻ ഒരു കാലത്ത് നമുക്ക് സമാധാനം നൽകിയതുപോലെ വീണ്ടും സമാധാനത്തിലേക്ക് മലങ്കര സഭ ഒന്നായി പോകുവാൻ തക്കവണ്ണം മനസ്സിൻ്റെ തടവറയിൽ നിന്ന് നമ്മയൊക്കെ രക്ഷിക്കുവാനായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സഭാജീവിതത്തിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അനേകായിരം കുഞ്ഞുങ്ങൾ ഇന്ന് രക്തസാക്ഷികളാകും. അവരാരും അറിഞ്ഞിട്ടില്ല. ഗാസയിലോ അല്ലെങ്കിൽ ഉക്രൈനിലോ ഒക്കെ നിർദോഷികളായ കുഞ്ഞുങ്ങൾ കൊല ചെയ്യപ്പെടുന്നു. ഇവിടെ കേരളത്തിൽ ആത്മഹത്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കൾ മക്കളെയും കൊണ്ട്, ഒന്നും അറിയാൻ പാടില്ലാത്ത, ജീവിതം എന്തെന്നറിഞ്ഞിട്ടില്ലാത്ത കുഞ്ഞു മക്കളെയും കൊണ്ട് ആറ്റിൽ ചാടുന്നു, ട്രെയിനിന് മുമ്പിൽ ചാടുന്നു, ആത്മഹത്യ ചെയ്യുന്നു, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ നിശ്ചയമായിട്ടും തടവറയാണ്. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് നമുക്കറിയാം. പക്ഷേ
അതിൽ നിന്ന് അവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമം നമ്മളേവരുടെയും ഭാഗത്തുണ്ടാകും. ഏതെങ്കിലും ഒരു കുടുംബം പ്രയാസത്തിലും ദുരിതത്തിലും ദുഃഖമാണെങ്കിൽ അവരെ അതിലേക്ക് നയിക്കാതിരിക്കുവാൻ നമ്മുടെ കൈത്താങ്ങൽ ആവശ്യമുള്ളിടത്ത് ചെയ്യണം. അതാണ് കർത്താവ് നൽകുന്ന ഉയർപ്പിൻ്റെ സന്ദേശം. ഷെയറിങ് അവർ ലൈറ്റ് ആൻഡ് മൈറ്റ് വിത്ത് ദ നീഡി. നമ്മുടെ കഴിവുകളും നമ്മുടെ സൗകര്യങ്ങളുമെല്ലാം മറ്റുള്ളവരുമായി പങ്കുവെക്കണം. കർത്താവ് അതാണ് ചെയ്യുന്നത്. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി തനിക്കുള്ളതെല്ലാം നമുക്ക് പങ്കുവെച്ചു. അതുപോലെ നമുക്കും മറ്റുള്ളവർക്ക് വേണ്ടി പങ്കുവെക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും കഴിയുമ്പോൾ നിശ്ചയമായിട്ടും നാളെ എന്നുള്ളത് സമാധാനത്തിലും ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയിലും ആകുവാൻ കഴിയും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചൊല്ലും.